ഗായ്സ്, ഇന്ന് പരിപ്പും ചീരയും കറിയാണ് കേട്ടോ നമ്മുടെ ഉച്ചയൂണിനുള്ളത്. അപ്പോൾ അതെങ്ങനെ വെക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണത്, എൻ്റെ കൈപ്പിടിയിൽ 2 പിടി പരിപ്പ് എടുത്തിട്ടൊന്ന് കഴുകുന്നുണ്ട് കേട്ടോ. ഒരു 3-4 വട്ടം നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ആവശ്യത്തിന് വെള്ളവും, അതായത് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ആ വെള്ളവും ഒഴിച്ച് അത് നമുക്കൊന്ന് 2 ഫിസിൽ അടുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ പരിപ്പ് അവിടെ വേകട്ടെ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അരപ്പ് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2-3 ചെറിയുള്ളിയും അതുപോലെ 2 പച്ചമുളകും എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് കൂടെ തന്നെ കുറച്ച് ജീരകവും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരപ്പൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചട്ടി വെക്കാം കേട്ടോ അടുപ്പത്ത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നു. പിന്നെ കുറച്ച് കടുകിട്ടതൊന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ 2 വറ്റൽമുളക് ഇടുന്നുണ്ട് കേട്ടോ. വറ്റൽമുളക് ഇട്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ ആവശ്യമുള്ളത്. അപ്പോൾ വറ്റൽമുളക് ഒന്ന് ഇതായി വരുമ്പോഴത്തേനും നമുക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ നിറമായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് പകുതി സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു സവാളയുടെ പകുതി അത് മതി നമുക്ക്. അപ്പോൾ അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. എല്ലാം കൂടി ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റണം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ഇടാം. ഇവിടെ പച്ചച്ചീരയും നല്ലതാണ് കേട്ടോ, രണ്ടും അടിപൊളിയാണ് വെക്കാൻ. അപ്പോൾ ചീര ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ചീര നമുക്കറിയാമല്ലോ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. ഒരു 2-3 മിനിറ്റ് മതി ചീര ആവാൻ വേണ്ടിയിട്ട്. അത് പെട്ടെന്ന് തന്നെ ആയിക്കോളൂ കേട്ടോ. 2-3 മിനിറ്റ് അതൊന്ന് വേവിച്ചതിന് ശേഷം അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് ആ അരപ്പൊന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കടുക് പൊട്ടിച്ചപ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കറിവേപ്പില ഇടൽ. ആ കടുക് പൊട്ടിക്കുമ്പോൾ അല്ല, ഈ ചീര ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ടൊന്ന് ഇളക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അരപ്പ് ചേർത്തിട്ടുണ്ട്. ആ ജാറിൽ തന്നെ നമുക്ക് കുറച്ച് അതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ, അത് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പിലിട്ട് ഉപ്പല്ലാതെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് അതൊന്ന് അടച്ച് വെച്ച് നമ്മളൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പും ചീരയും കറിയുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് കോവയ്ക്കാണ് കേട്ടോ ഇവിടെ മെഴുക്ക് പുരട്ടി വെക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ പരിപ്പും ചീരയും കറി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയൂണിനുള്ള കറികളൊക്കെ റെഡിയായി. അടുത്ത വീഡിയോയിൽ കാണാം.